ബഹുമാനപ്പെട്ട സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ ഇമാമത്ത് നിൽക്കാൻ പറഞ്ഞു. നബി തങ്ങൾക്ക് ഇങ്ങനെ അവസാന കാലമായപ്പോൾ സുഖമില്ലാതായിട്ട് ഒരു 2-3 ദിവസം പള്ളിക്കൊക്കെ പോയില്ല. അപ്പോൾ ആയിഷ ബീവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ആയിഷ വാപ്പാടൊന്ന് ഇമാമത്ത് നിൽക്കാൻ പറയാറുണ്ട്, സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറുണ്ട്. ആയിഷ ബീവി പറഞ്ഞു, എൻ്റെ വാപ്പ ഇന്നഹു റഖീഖുൽ ഖൽബ്, ഹൃദയം ലോലമായൊരു മനുഷ്യനാണ്, അദ്ദേഹത്തിന് ഇമാമത്ത് നിൽക്കാൻ പ്രയാസാവും, കയ്യൂലാറുണ്ട്. അപ്പം നബി തങ്ങൾ പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറുണ്ട്. 2ാം പ്രാവശ്യം പറഞ്ഞു. അപ്പോഴും ആയിഷ ബീവി പറഞ്ഞു, ഇന്നഹു റഖീഖുൽ ഖൽബ്, സിദ്ദീഖ് ഹൃദയം ലോലമായൊരു മനുഷ്യനാണ്, കയ്യൂലാറുണ്ട്. 3ാം പ്രാവശ്യം പറഞ്ഞു, ആയിഷ സിദ്ദീഖിനോട് ഇമാമത്ത് നിൽക്കാൻ പറയാറുണ്ട്. 3ാം പ്രാവശ്യം ആയിഷ ബീവി പോയിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് ഇമാമത്ത് നിൽക്കാൻ പറയുന്നുണ്ട് പറഞ്ഞു. അങ്ങനെ നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമെന്ന് നിസ്കരിച്ചു. 3ാമത്തെ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അല്പം രോഗം ഭേദമായി. അങ്ങനെ വീട്ടിൽ നിന്ന് ഒളൊക്കെ ഉണ്ടാക്കിയിട്ട് 2 സ്വഹാബികളുടെ ചുമലിൽ കൈയിട്ട് ഇങ്ങനെ പിടിച്ചിട്ട് പള്ളിക്കൊക്കെ ഇങ്ങനെ വരികയാണ്. അപ്പോൾ പള്ളിൻ്റെ മുൻവശത്ത് കൂടി ഇങ്ങനെ വന്നു. നബി തങ്ങൾ ഇങ്ങനെ വരുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടേക്കിന് പിന്നിക്ക് ഇങ്ങനെ മാറി. ഒരു കാലം ഇങ്ങനെ പിന്നിക്ക് വെച്ചാണ്ട് പിന്നത്തെ സഫക്ക് ഇങ്ങനെ മാറി. നബി തങ്ങൾ ഇങ്ങനെ കൈകൊണ്ട് ഇശാറത്താക്കി, അവിടെ തന്നെ നിന്നോ സിദ്ദീഖ്, അവിടെ തന്നെ നിന്നോ. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും പിന്നാക്കം മാറി. 2ാം പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ 2ാം പ്രാവശ്യം നബി തങ്ങൾ ഇങ്ങനെ ഇശാറത്താക്കി അവിടെ നിന്നോ പറഞ്ഞു, നിന്നില്ല. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വീണ്ടും ബാക്കിലേക്ക് 3ാം പ്രാവശ്യം അങ്ങനെ ആട്ടി. അവസാനം നബി തങ്ങൾ ബൈക്കും പോലെ വന്ന് മിഹ്റാബിൽ നിന്ന് ഇമാമ് നിന്ന് നിസ്കരിച്ചു. നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നിട്ട് ചോദിച്ചു, അല്ല അബൂബക്കറേ, ഞാൻ അള്ളാൻ്റെ റസൂലല്ലേ എന്ന് ചോദിച്ചു. ബലാ യാ റസൂലല്ലാ ഷഹിത്തു, അതേ നബിയെ, നിങ്ങൾ അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാനതിന് സാക്ഷിയാണ്, നിങ്ങൾ അള്ളാഹിൻ്റെ റസൂലാണ്. അപ്പോൾ നബി തങ്ങൾ ചോദിച്ചു, അല്ല അബൂബക്കർ സിദ്ദീഖ്, ഞാൻ നിങ്ങളോട് 3 പ്രാവശ്യം ഇമാമത്ത് നിൽക്കാൻ കൈകൊണ്ട് ആംഗ്യം കാണിച്ചത് നിങ്ങൾ കണ്ടില്ലേ? ഞാൻ കണ്ടു നബിയെ. എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ 3 തവണ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ്? ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണെങ്കിൽ എൻ്റെ ഒരു കൽപ്പനകൾ അംഗീകരിക്കണം. 3 തവണ എൻ്റെ കൽപ്പനക്ക് നിങ്ങൾ എതിര് പ്രവർത്തിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലേ, ഇങ്ങളെ മുമ്പിൽ ഇമാമത്ത് നിന്നുങ്ങാണ്ട് നിസ്കരിക്കാൻ പറ്റുന്ന ഒരു മകൻ അബൂ ഖുഹാഫ എന്നെൻ്റെ വാപ്പാക്ക് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ പേരാണ് പാഠം 1 അദബുൻ എന്ന് പറഞ്ഞ സാധനം. ഇതാണ് പാഠം 1 അദബുൻ.